ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രോഗ്രാം നടത്തുമ്പോൾ അതിനുശേഷം പുഴയിൽ കൂടി ഒരുപാട് വെള്ളമൊഴുകി പല മാറ്റങ്ങളും വന്നു. 7 ദിവസത്തിനുള്ളിൽ കഥകളെല്ലാം അന്തരീക്ഷമൊക്കെ മാറി മറിഞ്ഞു. അതേപോലെ കാലാവസ്ഥയും മാറി വന്നു. മൊത്തമൊരു ചേഞ്ചിൻ്റെ വാരമാണ് കഴിഞ്ഞ 5-6 ദിവസമായിട്ട് കാണുന്നത്. പക്ഷേ എന്തോ നമ്മളത് മാത്രം ഇനിയും അടുപ്പത്തിങ്ങനെ വെക്കുക എന്നല്ലാതെ വെന്ത് കിട്ടുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ബംഗാളിൽ വെന്തു, അതവിടെ ശരിയായി. ഇന്നലെ കൊണ്ട് തമിഴ്നാട്ടിലും വിജയൻ സൂപ്പറാക്കി. ഒരത്ഭുതം തന്നെയാണ് അയാളുടെ അവിടുത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഒരു സിനിമാ നടന് ഇത്ര ഈസി ആയിട്ട് 8 കോടിയോളം ജനങ്ങളുള്ള ഒരു നാട്ടിൽ അതിൽപ്പെട്ട കുറേ ആളുകളെ, ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും 2-3 കോടി ആളെ കിട്ടാതെ അയാൾക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ വെറും സിനിമയുടെ ബലത്തിൽ, തമിഴൻ്റെ സിനിമാ ഭ്രാന്ത് അത് ഏതോ കാലത്ത് ആരംഭിച്ചതാണ്. ഞാൻ തമിഴ്നാട്ടിൽ ജീവിച്ച മനുഷ്യനായതുകൊണ്ട് എനിക്ക് അവരുടെ പ്രത്യേക സ്വഭാവം അറിയാം. നമ്മളെ നാട്ടിലെ മനുഷ്യരെ പോലെ അല്ല അവർക്ക് സിനിമ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ രജനീകാന്ത് ചിന്തിക്കുന്നുണ്ടാവും, അയാൾക്ക് 20 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് അയാൾ എന്തോ മറ്റൊരു സിനിമാക്കാരിയായ ജയലളിതയെ പേടിച്ചിട്ടായിരിക്കാം അയാൾ പുറകോട്ട് മാറിയത്. ഇന്ന് അയാളതിൽ ദുഃഖിക്കുന്നുണ്ടാവാം. ഇനി അയാൾക്ക് സമയവും പോയല്ലോ. പിന്നീട് അയാളും എപ്പോഴും മടിച്ചു നിന്നു. ഒക്കെ എല്ലാം ഗുണവുമായി വന്നത് സാക്ഷാൽ വിജയിക്കാണ്. അവനെ ഉയർത്തിവിട്ടത് 2K കുട്ടികളാണെന്നും പറയുന്നു. അതായത് 14 ലക്ഷത്തോളം 18-17 വയസ്സുള്ള വോട്ടർമാർ, അവരുടെ വോട്ടാണ് അവൻ ഇത്ര ഭയങ്കരമായ അസറ്റായി മാറിയത് എന്ന് പറയപ്പെടുന്നു. ഒരു നിരീക്ഷണം ഞാൻ വായിച്ചതാണ്. അത് ശരിയായിരിക്കാം. കാരണം ആ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ ഇവൻ്റെ ഹീറോയിസം കണ്ടിട്ടാണ് അവർ 5 വയസ്സ് മുതലേ ഇവൻ്റെ ഹീറോയിസം കാണുന്നു. അത് ആ കുട്ടികളെ സ്വാധീനിച്ചേക്കാം. ഇവൻ്റെ സൂപ്പർ ടൈം വന്നിരിക്കുന്ന ഈ 15 കൊല്ലം കൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മക്കൾ കൂടുതൽ അവനെ ആരാധിച്ചിട്ടുണ്ടാവാം. ഏതായാലും അവനത് മുതലാക്കി. എന്തോ ആവട്ടെ, ആരായാലും നമുക്ക് കണക്ക് തന്നെ. പറഞ്ഞെന്ന് മാത്രം. ഒരു കോൾ ഉണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 29/11/1977. സമയം പറയൂ. 10:25 AM. പുണർതം നക്ഷത്രം. ആണാണോ പെണ്ണാണോ? ആണ്. എന്താണ് അറിയേണ്ട വിഷയം പറയൂ.
എന്ത് പിന്നെ ജീവിതം എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതെ, രോഗവും അത് ജാതകപ്രകാരം തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ലഗ്നാധിപൻ അഷ്ടമത്തിൽ, ഏഴാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ, 9-ാം ഭാവത്തിൽ സർപ്പം, 7, 8, 9 ഇത് 3 ഭാവങ്ങളിലും പാവഗ്രഹങ്ങളുടെ നിൽപ്പ്. 9-ാം ഭാവാധിപൻ 12. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യഹാനി, ഒന്നും ഒരിക്കലും ഒരു ഉയർച്ച വരുന്നില്ല. വ്യാഴമാണെങ്കിൽ മറിഞ്ഞും കിടക്കുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് വരെ ഒരു അർത്ഥവുമില്ലാത്ത ജീവിതം തന്നെയായിരിക്കും ഈ 48 വയസ്സായി. ഇനി വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണ്ട. ആരാണ്? ആ, ശരി. അപ്പം ഇനി വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇങ്ങനെ അങ്ങ് പോവും. ഇനി നല്ല ഒരു കാലഘട്ടം വരാനുള്ളത് ശുക്രനാണ്. ആ ശുക്രൻ്റെ സമയം വരുന്നത് 35 മേലെയാണ്. 2035 മേലെ, അതായത് 9 കൊല്ലം ഇനിയും. അപ്പോൾ 57 വയസ്സുമായി. പിന്നെ എന്ത് നല്ല കാലം? നല്ല കാലമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു 40-ലെങ്കിലും കിട്ടണം, അല്ലെ 45 അത് ലാസ്റ്റ്. അതിന് മേലെ പിന്നെ കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. പിന്നെ അപ്പോൾ അല്ല, ഇവിടെ ഒരു ശുക്രദശയുണ്ട്, പക്ഷെ അത് ഇത്രയും വൈകിട്ടാണ്. ഇനിയിപ്പം നടക്കുന്ന ബുധൻ്റെ ദശയാണെങ്കിൽ ആ ബുധൻ ഗുണമില്ലാതായിപ്പോയി. അതിൽ ശനിയുടെ അപഹാരം തുടങ്ങിയത് 2025 തുടങ്ങിയതാണ്. അതിനുശേഷം ഇപ്പം തീരെ ആരോഗ്യപരമായിട്ടൊക്കെ മോശം വരും. അത് ഇപ്പോൾ ശനിയുടെ അപഹാരമാണ്. ലഗ്നാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി, ആ ശനിയുടെ അപഹാരം നടക്കുന്ന സമയത്ത് ഹെൽത്ത് സംബന്ധമായ ഇഷ്യൂകൾ ഏതൊരു വ്യക്തിയും പ്രതീക്ഷിക്കണമെന്നാണ്. പിന്നെ ഏതെങ്കിലും സ്ഥിരമായൊരു രോഗവും ഇങ്ങനെയുള്ളവർക്ക് കണ്ടുവരുന്നു. ഒന്നുകിൽ പ്രമേഹം, അല്ലെങ്കിൽ പ്രഷർ, അല്ലെ അതുപോലെ ഏതെങ്കിലും ഒരു രോഗം സ്ഥിരമായിട്ടുണ്ടാവുമെന്നാണ് ലഗ്നാധിപൻ ഇങ്ങനെ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 9-ാം ഭാവത്തിൽ സർപ്പം, നാഗദോഷം. അതുപോരാത്തത് പിന്നെ ഈ ഭാവാധിപനായ ബുധൻ മറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ മൊത്തത്തിൽ എന്താണ്, നിങ്ങളെ മകനെ കൊണ്ട് നല്ലത് പറയാനില്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. നമ്മളില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുപോലെ പറയുക. മാറ്റി പറഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് കളയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ആ വിധി തന്നെയാണ്, ദുർവിധി തന്നെയാണ്. അതുകൊണ്ട് ഇനി അതിനൊന്നും പരിഹാരങ്ങളൊന്നും ചെയ്തിട്ട് പോലും കാര്യമില്ല. അല്ലെങ്കിലും അയാൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അയാൾക്ക് താല്പര്യവുമില്ല. അതാണ് വേറെ തമാശ. ഒരു ദൈവികമായ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ ദൈവം സഹായിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് പിന്നെ അയാൾക്ക് ജീവിതം വിഷമുണ്ടാവില്ല. അതുണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം കൂടി ഇല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള അത്യധികം ഗുണം, ആ ഗുണമുള്ളത് കൊണ്ട്, അമ്മ സമ്പാദിച്ചു വെച്ചത് കൊണ്ട്, അമ്മ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലായതുകൊണ്ട് മകന് പേടിക്കാനില്ല, ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല. കേസരി യോഗം ഉള്ളതുകൊണ്ട് ആയുസ്സും ഉണ്ടാവും. എന്തോ എല്ലാം നന്നായി വരട്ടെ. വേറെ എന്ത് പറയാൻ? ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട്. മാറ്റി പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട്. അല്ല, അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ അനുഭവമാണല്ലോ. അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അത് ഗ്രഹനിലയുടെ പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ടാണ് ജനിച്ച സമയമാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നത്. നക്ഷത്രം കൊണ്ടൊന്നല്ല. നക്ഷത്രവും പൂർണ്ണതം എപ്പോഴും മനസ്സുകൊണ്ടാവില്ല, ദാമ്പത്യ സൗഖ്യം ഉണ്ടാവില്ല. ശ്രീരാമൻ്റെ കാലം മുതലേ പറയുന്നതാണ്. ശ്രീരാമൻ രാജാവാണെങ്കിലും ദാമ്പത്യം ഒക്കെ പിന്നെ അത് ആരുടെ കുറ്റമാണെന്നല്ല, രാമൻ്റെ കുറ്റം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഭാര്യയൊക്കെ ഉപേക്ഷിച്ചു. അങ്ങനെയാണല്ലോ രാമൻ്റെ ജന്മം ഉണ്ടായത്. പിന്നെ പൂർണ്ണതംകാർക്ക് പൊതുവെ മനസമാധാനം കുറയുക, പിന്നെ മരണഭയം കൂടുതലായിരിക്കുമെന്നും പറയുന്നു. രാമനത് ഉണ്ടായിരുന്നില്ല.
രാമന് ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊതുവെ പുണർനക്ഷത്രക്കാർക്ക് രോഗം വന്നാൽ വലിയ പേടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതെ അതെ. മരിച്ചു പോകുമോ എന്നുള്ള പേടി ഭയങ്കരമായിരിക്കും പോലും ആ നക്ഷത്രക്കാർക്ക്. അതൊക്കെ ചെറിയ രോഗം വന്നാൽ അമ്മയെന്ന് മറ്റു നിലവിളിക്കുന്ന കാണാൻ പറ്റും. അതൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഏതായാലും ഞാനീ പറഞ്ഞ പോലെ ദാരിദ്ര്യമൊന്നും വരില്ല, പിന്നെ ആയുസ്സുണ്ട്. വലിയ മാരക രോഗത്തിൻ്റെ സൂചനകളൊന്നും കാണുന്നില്ല. എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയണം. മറ്റേ സ്മോളൊക്കെ ഉണ്ടെങ്കിൽ നിർത്താൻ പറയണം. നിർത്തിയോ? ശരി, ഓക്കെ. അല്ല, ഞാനിവിടെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. 2 ഗുളിക നിന്ന് കഴിഞ്ഞാൽ വിഷം കുടിക്കുമെന്നാണ്. 2 ഗുളികരാണ്. അപ്പോൾ ഇതൊരു ഒരു തരം വിഷമാണല്ലോ. ഒറ്റയടിക്ക് ചാവൂലെങ്കിലും കുറേശ്ശെ ചാവുമല്ലോ. അങ്ങനെ ഒരു സാധനമാണല്ലോ അത്. അപ്പോൾ അത് പൂർണ്ണമായി നിർത്തുകയൊന്നുമില്ല ഇയാള്. തൽക്കാലം ഇയാൾ ഏതോ കാലത്ത് ശനിയിൽ തുടങ്ങിയതാണ്, ചെറുപ്പത്തിലേ തുടങ്ങിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ അയാൾക്ക് നല്ലത്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ പരമാവധി നിർത്താൻ വേണ്ടി ശ്രമിക്കാൻ പറയൂ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ മനുഷ്യൻ്റെ രാജയോഗം എപ്പോഴാണ് ആരംഭിക്കുക? അല്ല, അവനൊക്കെ ജനിച്ച കാലം മുതലേ, ഇപ്പോൾ 50 വയസ്സാണ് വിജയ്ക്ക്, ജനിച്ച കാലം മുതലേ രാജയോഗം തന്നെ. ജനിച്ച ഒരു 10-25 വയസ്സാകുമ്പോഴേക്കും വലിയ ഇതായി, 30 വയസ്സാകുമ്പോഴേക്കും സൂപ്പർ സ്റ്റാറായി, ഇപ്പോൾ 50 വയസ്സാകുമ്പോൾ മുഖ്യമന്ത്രിയായി. ഇനി ആ കസേരയിൽ നിന്ന് അടുത്തൊന്നും ഇറക്കി വിടാൻ പറ്റും തോന്നുന്നില്ല. കാരണം അവന് മറ്റൊരു ഇതും കൂടി ഉണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ ഈ അഴിമതിയാണല്ലോ ഇന്നത്തെ ഏറ്റവും കറപ്ഷൻ. അത് പിന്നെ യുവതക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് അത് തീരെ ഇഷ്ടപ്പെടാതൊരു കാര്യമായി മാറിയിരിക്കുന്നു. അത് മൊത്തത്തിൽ ഇനി ആ ട്രെൻഡ് വരും. തമിഴ്നാട്ടിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അത് വരും. അപ്പോൾ അഴിമതിക്കെതിരെ ജനങ്ങളുടെ ചെറുപ്പക്കാർക്കൊരു ചിന്ത കൂടുതൽ വന്നിരിക്കുന്നു. അതും ഇയാൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എങ്ങനെയാണ് ഈ നേതാക്കന്മാരൊക്കെ ഇത്ര സമ്പാദ്യം ഉണ്ടാക്കിയത്? ആ ചോദ്യം എന്താണ്? മക്കൾ എന്ന് പറഞ്ഞാൽ തമിഴിൽ ജനങ്ങൾ, മക്കളുടെ ഹൃദയത്തിൽ തറച്ചു. അത് ശരിയാണ്, ആ ചോദ്യം വളരെ കറക്റ്റാണ്. തമിഴ്നാട്ടിലെ ഓരോ നേതാവും പോകുന്ന കാണണം. വലിയ 50 ലക്ഷത്തിൽ കുറഞ്ഞ വണ്ടി ഉണ്ടാവില്ല. അല്ല, രാജാവിനെ പോലെ ഇങ്ങനെ ടർക്കിയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ അവൻ്റെ പാർട്ടിയുടെ കൊടിയൊക്കെ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച്, അതെല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ്. ഒരു പാർട്ടിക്കാരെ മാത്രം പറയുന്നതല്ല ഞാൻ. അവിടെ ഉള്ള എല്ലാ നേതാക്കന്മാരും ഇങ്ങനെ വലിയ രാജാക്കന്മാരെ പോലെയാണ് സഞ്ചരിക്കുക. അപ്പോൾ ഇവൻ എവിടുന്നാണ് ഇതിനുള്ള പണമെന്നാണ് വിജയ് ചോദിച്ചത്. ശരിയല്ലേ? ഇയാൾക്കിങ്ങനെ പോകണമെങ്കിൽ ഇയാൾക്കൊരു സ്വന്തമായിട്ടൊരു പൈസ വേണമല്ലോ. ഈ ശമ്പളം വെച്ചിട്ട്, അല്ലെ ഒരു MLA ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1.25 ലക്ഷം ഉറുപ്പ്യ കിട്ടുന്നു കൂട്ടാം. ബാക്കി അലവൻസും കാര്യങ്ങളെല്ലാം കൂടി അതാണ് അവരുടെ കിട്ടുന്നത്. അത് ബാക്കിയുള്ള മണ്ഡലത്തിൻ്റെ അലവൻസൊന്നും അവർക്ക് എടുക്കാനുള്ളതല്ലല്ലോ, മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള പണമാണല്ലോ. അതിൻ്റെ ബോർഡാണല്ലോ ഈ വെക്കുന്നത്. ഇന്ന് MLAയുടെ വക, എന്ത് വക, അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന പോലെയാണ് ബോർഡൊക്കെ വെക്കുക. വായിച്ചാൽ ചിരി വരും. എന്താണ് സത്യം? എന്താണ് ജനങ്ങൾ വിചാരിക്കും അയാളെ കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് വെച്ചതാണ്. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ, എവിടെ നിന്നാണ്? ഞാൻ ബാംഗ്ലൂരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ ശരി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഡേറ്റ് പറഞ്ഞോളൂ. 26 ആഗസ്റ്റ് 1997, 11:45 AM. 1997.
11:45 11:45 ആ അതെ രാവിലെ. എവിടെയാണ് ജനിച്ചതൊക്കെ എവിടെയാ? കർണാടക. ഓ കർണാടകയാണ് അല്ലേ. അതെ. നക്ഷത്രം മകയിരം. മകേരിയം. ആ അതെ. എന്താണ് ഭാര്യയെ കൊണ്ട് അറിയേണ്ട വിഷയം എന്താണ്? സാറേ ഞാൻ കോളൊന്ന് റെക്കോർഡ് ചെയ്തോളൂ ചെയ്തു. ഓ എന്റെ അറിയേണ്ടത് ഒന്നുമില്ല സാറേ. അവള് ഒരു 5 കൊല്ലമായിട്ട് ഓൾമോസ്റ്റ് കരിയറിലൊക്കെ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കാൻ നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയാണ് ഫ്യൂച്ചർ, എങ്ങനെയാണ് കരിയർ പ്രോഗ്രഷൻ, എങ്ങനെയാണ് അവളുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട്. നിങ്ങളുടെ ഭാര്യയുടെ വ്യാഴദശയാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ വ്യാഴം നീചത്തിലായി പോയി എന്നുള്ളതാണ് ഈ ജാതകത്തിലുള്ള കുഴപ്പം. അപ്പോൾ വ്യാഴം നീചത്തിലായി കഴിഞ്ഞാൽ വ്യാഴദശയുടെ പൂർണ്ണമായ ഫലം കിട്ടാതെ പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നീചഭംഗം ആ വ്യാഴത്തിന് വന്നാൽ അതിന് മാറ്റം വരും. പക്ഷെ ഇവിടെ നീചഭംഗമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ കക്ഷി പോകാൻ അധ്വാനത്തിന് കണക്കായ പ്രതിഫലം ലഭിക്കില്ല എന്നുള്ളതാണ്. പണിയെടുക്കുന്നതിന് കണക്കായ കൂലി കിട്ടില്ല എന്നുള്ളൊരു ബലം വരും. അപ്പോൾ അതുകൊണ്ട് അത് ജാതകത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. അത് ഗുരുവായൂരപ്പൻ്റെ ഭജനം കൊണ്ട് കുറേയൊക്കെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഈ എന്താണ് 6ാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഈ ശത്രുക്കളുടെ ഈ കർമ്മസ്ഥലത്തൊക്കെ ശത്രുക്കളുടെ ഉപദ്രവവും വന്നേക്കും. അതായത് കണ്ടുകൂടാത്തവരുണ്ടായേക്കാം എന്നർത്ഥം. പിന്നെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ കമ്പനിയിലൊക്കെ. അപ്പോൾ അതൊക്കെ കളിച്ചിട്ട് ആൾക്കാരെ ഇരുത്താൻ നോക്കൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഈ ജാതകത്തിൻ്റെ പ്രതിസന്ധിയാണ്. പിന്നെ നിങ്ങളുമായിട്ട് പണ്ടേ നല്ല പ്രണയത്തിൽ വിവാഹം കഴിഞ്ഞതാണ്. അതിപ്പോഴും അങ്ങനെ തുടർന്നു പോകുന്നു എന്ന് പറയാം. അത് അറേഞ്ച് മാരേജ് ആണോ? അല്ല, 7ാം ഭാവാധിപനാണ് ഈ പിന്നെ ചൊവ്വ. 7ാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുൻപരിചയം ഉണ്ടാവുമെന്നാണ്. ഒരു പരിചയവും ഇല്ലാതെ തന്നെയാണോ നിങ്ങളെ കഴിച്ചത്? സാധാരണ വിവാഹം അത് കേരള മാട്രിമോണിയിൽ കണ്ടിട്ട് കന്നഡക്കാരിയെ കെട്ടി. അല്ല, ഇത് പക്ഷേ ഈ കക്ഷിക്ക് അങ്ങനെ പ്രണയവിവാഹം ഉണ്ടായിരുന്നു. അതെന്തോ ഫലിച്ചില്ല. എന്താണെന്ന് പറയാൻ പറ്റില്ല. പ്രണയിക്കാനും അത് വിവാഹത്തിലെത്താനും വിധിയുണ്ടായിരുന്നു. 7ാം ഭാവാധിപൻ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല കല്യാണം കഴിച്ചതെങ്കിൽ അത് ശരി, അത് ഓക്കെ. പക്ഷേ മറിച്ച് ഇവിടെ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. അതെന്താണ് തെറ്റിയതെന്നുള്ള എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് കാണുന്നത്. 7ാം ഭാവാധിപൻ പിന്നെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ മുൻപരിചയമുള്ള ആളെ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളെ, അല്ലെങ്കിൽ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കുമെന്നാണ് ശാസ്ത്രം. ഏതായാലും അത് സാരമില്ല. ഇപ്പം നിങ്ങൾ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ സമാധാനിക്കുക. ഇപ്പം എല്ലാവർക്കും എല്ലാ ഫലവും അങ്ങ് വലിക്കണമെന്നില്ലല്ലോ. പിന്നെ കന്നഡക്കാരിയല്ലേ, അതുകൊണ്ട് പാവം. ഏതായാലും പിന്നെ ഇപ്പം ജോലി ഇപ്പം എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി? എന്താണ്? ജോലി ചെയ്യുന്നുണ്ടല്ലോ. അല്ല ഇപ്പോൾ ഉള്ള ശനിയുടെ അപഹാരം കഴിഞ്ഞാൽ 27 4ാം മാസത്തിന് ശേഷം ഒരു പരിവർത്തനം എന്തായാലും വരും. ബുധൻ്റെ അപഹാരം വരുന്നുണ്ട്. ആ ബുധൻ്റെ അപഹാരത്തിൽ ഒരു ബ്രേക്ക് ആയിരിക്കും നിർണായകമായ. അത് 9ാം ഭാവാധിപനാണ് ബുധൻ, ഭാഗ്യാധിപനാണ്. ആ ഭാഗ്യാധിപൻ 11ൽ നിൽക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടൊരു ഉയർച്ച വരിക. പിന്നെ എന്താ പറയുക, നമ്മൾ ബുധനെ കൊണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു ബുദ്ധിയൊക്കെ ഒരു വർദ്ധിക്കുക.
പിന്നെ എന്താണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുക എന്നൊക്കെ ഒരു ഫലം പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് നന്നായി വരും. ആ, നന്നായി വരും, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ ശനിയുടെ അപഹാരം കഴിഞ്ഞിട്ട് 27 4-ാം മാസത്തിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ വ്യാഴം അത്ര ഗുണമല്ല. എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നാരായണ മന്ത്രം ജപിക്കാൻ പറയണം. ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം അതെങ്കിലും മിനിമം ജപിക്കാൻ പറയണം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയൊന്നും പിന്നെ അത്തരത്തിലുള്ള വിധിപ്രകാരമുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂർ നിർദ്ദേശിച്ചത്. അത് ഗുരുവായൂരപ്പനെ കഴിഞ്ഞിട്ട് അതിനൊരാളുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഗുരുവിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യം ഗുരുവായൂരിലുണ്ടെന്നാണ്. ഈ വ്യാഴം കഴിയുന്നത് വരെ വർഷത്തിൽ ഒന്നെങ്കിലും മിനിമം ഗുരുവായൂർ ദർശനം നടത്തി പാൽപ്പായസം ഒക്കെ കഴിപ്പിക്കണം. അത് വ്യാഴദശ 16 കൊല്ലം. അതിലിപ്പം നമുക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് 2022-ലാണ്. 22-ൽ തുടങ്ങിയ 38 വരെയുണ്ട്, 2038 വരെ. അതായത് ഇപ്പോൾ ഉള്ള 12 കൊല്ലം. ടോട്ടൽ 16 കൊല്ലമാണ് വ്യാഴദശ. അതിലിപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു, ഇനി 12 കൊല്ലം കൂടി ബാക്കിയുണ്ട്. ഈ വ്യാഴം നീചത്തിലായി പോയത് കൊണ്ടാണ്. നീചത്തിലല്ലെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ കൊടുക്കുന്ന ഗ്രഹമായിട്ടാണ് പൊതുവെ വ്യാഴത്തിനെ കാണുന്നത്. പക്ഷെ ഇവിടെ അത് അത്തരത്തിലുള്ള വലിയ സൗഭാഗ്യങ്ങൾ ഞാൻ ഈ തടസ്സപ്പെടുത്തും. പക്ഷെ ബുധൻ ഒന്ന് നന്നാക്കി വിടും. ആ നന്നാക്കി വിട്ട ബുധൻ്റെ ഒപ്പം അങ്ങ് സഞ്ചരിച്ച് അങ്ങോട്ട് പോയാൽ കുറേ കാലം അങ്ങനെ അങ്ങ് പോകാമല്ലോ. അങ്ങനെ സംഭവിക്കട്ടെ എല്ലാം കൊണ്ടും. ഏതായാലും നന്നായി വരട്ടെ, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ, ഇല്ലില്ല, അത് പറയില്ല, ഒരാളെ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നത്, മനുഷ്യർക്ക് ചിലർക്ക് അത്ഭുതകരമായ അവരുടെ ജീവിതം വളരെ അപൂർവം ചിലർക്ക് മാത്രമാണ് പിന്നെ ഇത്തരത്തിലുള്ള മഹാഭാഗ്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. അല്ലാത്തവർക്ക് ഇപ്പം നമ്മുടെ പിണറായി 10 കൊല്ലം കഴിഞ്ഞില്ലേ, അപ്പോൾ അതേപോലെ ഒരു ചെറിയ പിരീഡ് മാത്രം കിട്ടുന്നവരുണ്ട്. ചിലർക്ക് അതും കിട്ടില്ല. പിണറായിക്കാണ് അങ്ങനെ കിട്ടത് 10 കൊല്ലം. സാധാരണ എല്ലാവർക്കും 5 കൊല്ലമേ കിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ അച്യുതാനന്ദൻ, VS ഇവർക്കൊക്കെ 5 കൊല്ലമേ കിട്ടിയുള്ളൂ. പിണറായിക്ക് മാത്രം 10 കൊല്ലം കിട്ടി. ഇനിയിപ്പം ആരാണ് അടുത്ത കസേരയിലേക്ക് കയറിയിരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ആരോ ഇരിക്കട്ടെ, നാട്ടിന് ഗുണം ചെയ്താൽ മതി. ഈ പറഞ്ഞതുപോലെ അഴിമതിയൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് ഭരിച്ചു പോയാൽ മതി. അല്ലാതെ ആരിരുന്നാലും നമുക്കെന്ത് കാര്യം കിടക്കുന്നത്. പിന്നെ ചില ആളുകൾക്ക് അതിൽ കാര്യമുണ്ടാവും. അതാണ് കുറേ ആളുകൾ ഇങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് നടക്കുന്നതും സേനപ്രശ്നം നടത്തുന്നതും കാണുന്നില്ല. അതൊക്കെ അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. അവരുടെ ആൾ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള അതൊക്കെ സ്വാഭാവികമല്ലേ. ഈ എന്താണ് പിന്നെ കുന്തി മഹാഭാരതത്തിൽ പറയുന്ന പോലെ, കുന്തിയെ കൊണ്ട് വ്യാസൻ പറഞ്ഞതുപോലെ പ്രതിഫലമില്ലാത്ത സ്നേഹം പെൺകഴുതൊക്കെ ഉള്ളൂ എന്നാണ്. കഴുതയിൽ പക്ഷെ അതും തെറ്റാണെന്നാണ് പറയുന്നത്. ഈ കഴുതക്കും കുറച്ച് ബുദ്ധിയുണ്ട് പോലും. പക്ഷേ ഒരു കോൺസെപ്റ്റ് പ്രകാരം പെൺകഴുതക്ക് തീരെ ബുദ്ധിയില്ല എന്ന് പറയുന്നു. കഴുതക്ക് തന്നെ ബുദ്ധിയില്ലാത്ത സാധനമായിട്ടാണല്ലോ നമ്മളുടെ കാഴ്ചപ്പാട്. അതിൽ പെൺകഴുതക്ക് തീരെ ബുദ്ധിയില്ലെന്ന് പറയുന്നു. അതാണ് ഈ പെൺകഴുതക്ക് പ്രതിഫലമില്ലാത്ത സ്നേഹം, അതായത് വേറെ എന്തെങ്കിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം പെൺകഴുതക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് കുന്തി മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അതായത് അമ്മ മകനെ സ്നേഹിക്കുന്നത് പോലും വളർന്നു കഴിഞ്ഞാൽ ഇവൻ എന്നെ നോക്കണമെന്നുള്ള വിചാരമാണ്. അതാണ് ഭാര്യ വരുമ്പോൾ ചില അമ്മായിമ്മമാരുമായിട്ട് ഉടക്ക് വരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? സംഗതി അവരുടെ സുരക്ഷിതത്വമാണ്.
വരുമാനം നല്ല വരുമാനമുള്ള സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് അത്ര വലിയ ഇപ്പോഴത്തെ പുതിയ 10-40 വയസ്സുള്ള സ്ത്രീകൾക്കൊക്കെ അത്തരത്തിലുള്ള ഭയങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് വരുമാനം മിക്ക ആളുകൾക്കും ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടല്ല, ഒരു 10 കൊല്ലം മുമ്പേ 20 കൊല്ലം മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ ഈ മകനെ കണ്ടിട്ടാണ് അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാതെ ഭാര്യയാണെങ്കിൽ പറയുകയും വേണ്ട. പിന്നെ ഒരേ ഒരു പ്രതീക്ഷ മകനാണ്. അച്ഛന്മാരും അങ്ങനെ തന്നെ. ഈ വളർത്തി വലുതാക്കുമ്പോഴൊക്കെ ഈ മക്കൾ വളർന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും രക്ഷപ്പെട്ടു പോകല്ലോ എന്നുള്ള ചിന്ത എന്നെപ്പോലെയുള്ള രക്ഷിതാക്കൾക്കുണ്ടാവില്ല. സ്വന്തം നിലയിൽ ഇങ്ങനെ ജീവിക്കാൻ പഠിച്ചവർക്ക് അത്രയും ഉണ്ടാവില്ല. ചിലർ എല്ലാം അതിലേക്ക് നിക്ഷേപിക്കും. അത് ഒരു പിതാവ്, എൻ്റെ കാണാൻ വന്നൊരു പിതാവ് പറഞ്ഞ കഥ, അയാൾക്ക് അവസാനം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് അയാൾ ജോലി ചെയ്തത്. അവിടെ പിരിയുന്ന സമയത്ത് അയാളുടെ ശമ്പളം 4800 രൂപയാണ്. ഒരു ഭയങ്കരം കഥയായിരുന്നു അത്. എന്നിട്ട് അയാൾ 3 മക്കളെ പെൺകുട്ടികളെ കെട്ടിച്ച കഥ പറഞ്ഞു എന്നോട്. ആ കഥ ഞാൻ പറയാം. ഈ ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടുന്നാണ്? മട്ടന്നൂർ. പറയൂ. 21/11/2003. സമയം രാവിലെ 7:53. ചിത്തിര ആരുടെയാണ്? മോളത്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട കാര്യം? ജോലിന്റെ കാര്യത്തില്. ജോലിയുടെ കാര്യം. ജോലിയൊന്നും ആയില്ലേ ഇനിയും? ഇല്ല, ആയില്ല. പഠനം കഴിഞ്ഞോ? എഞ്ചിനീയർ കഴിഞ്ഞ് വേറെ ഒരു കോഴ്സ് വെച്ച് ഡാറ്റാ സയൻസ് കഴിഞ്ഞ് അത് 6 മാസത്തെ അത് കഴിഞ്ഞ് വെക്കുന്നത്. ഓ, അല്ല, ഇപ്പം രാഹുദശയാണ് നടക്കുന്നത്. എങ്കിലും രാഹുദശയിൽ ചന്ദ്രാപഹാരം ഇപ്പം നടക്കുന്നു. ആ ചന്ദ്രാപഹാരത്തിൽ എന്തായാലും ഒരു ജോലി കിട്ടേണ്ടതാണ്. മൊത്തത്തിൽ രാഹു ഒരു വേണ്ടത്ര ഗുണമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവളുടെ നല്ല കാലം തുടങ്ങുന്നത് ഈ വ്യാഴത്തിൽ തന്നെ ആയിരിക്കും. വളരെ ബലവാനായ വ്യാഴമാണ്. 2028 മുതലാണ് ഇവളുടെ നല്ല കാലം തുടങ്ങുക. 2 കൊല്ലം കൂടി ഉണ്ട്. അതിനുശേഷം ഇപ്പം പക്ഷേ ഈ ഒരു ചന്ദ്രാപഹാരം തീരുന്നതിന് മുമ്പായിട്ട് എന്തായാലും ജോലി ലഭിക്കാതിരിക്കില്ല. പക്ഷെ അതൊന്നും അവൾക്ക് സംതൃപ്തി കൊടുക്കില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷേ ഈ വ്യാഴത്തിൽ ഇവൾ വലിയ ലെവലിലേക്ക് എത്തുന്നത് തന്നെയാണ് ബലം. വ്യാഴത്തിലാണ് കളി കാണുന്നത് ശരിയായ. അത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് 2 കൊല്ലം കഴിഞ്ഞാലും മനസ്സിലാവും. സൗഭാഗ്യങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവത്തിൽ വരുമെന്നാണ് ഈ വ്യാഴത്തിനെ കൊണ്ട് ബലം പറയേണ്ടത്. അതെ, പുറത്തേക്ക് പോകാനൊക്കെ ശ്രമിച്ചോട്ടെ, അതിനെന്താ. പുറത്തേക്ക് പോകാൻ ഇപ്പം അങ്ങനെയാണല്ലോ. എവിടെയാ? യൂറോപ്പിലേക്കാണോ? അതന്നെ, അത് അങ്ങനെ കിട്ടുന്നുണ്ട്, പോയിക്കോട്ടെ. ഈ ചന്ദ്രാപഹാരത്തിൽ പോകാലോ. പക്ഷെ അവിടെ പോയാലും ശരിയായ രൂപത്തിലേക്ക് ആവണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സമയം പിടിക്കും. അത് പേടിക്കേണ്ടതില്ല. അത് ചെറിയൊരു പീരീഡല്ലേ. അതൊക്കെ ഒരു പീരീഡാണോ? രാഹുദശയിൽ പുറത്തേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ എന്തെങ്കിലും താല്പര്യമുണ്ട്, പരിഹാരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ടോളൂ. അങ്ങനെ വല്ല ഈ പാമ്പല്ലേ, ചില സമയം വെറുതെ ഒന്ന് ചുറ്റിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. എവിടെയും പുറത്തേക്ക് പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ. രാഹുവിൻ്റെ ശമനം വരുത്താനുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വിശ്വാസവും താല്പര്യവും. പരിഹാരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം.
ആ ശരി, ബന്ധപ്പെടാം. നമ്മള് വാട്സപ്പിൽ വിളിക്കാറുണ്ട്. ആവട്ടെ ആവട്ടെ. കല്യാണപ്രായം ഓ, കല്യാണപ്രായം കല്യാണമൊക്കെ അതൊക്കെ വ്യാഴത്തിൽ അടിപൊളിയായിട്ട് ഭയങ്കരപ്പെട്ട അതിനൊന്നും ഒരു വിഷമവും ഉണ്ടാവില്ല. പ്രായത്തിന്റെ കണക്കൊന്നുമില്ല അല്ല, ഇത്ര പ്രായത്തിൽ കല്യാണം. വ്യാഴം ഏത് സമയം വ്യാഴം വന്ന ഏത് സമയത്തും അതങ്ങോ നടക്കും. ഇപ്പം ഏതായാലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ആ, ആ. പായസവും ചോറും കൂടി ഒരുമിച്ച് തിന്നുന്നത് ശരിയല്ലല്ലോ. ഇപ്പം ജോലിൻ്റെ കാര്യമല്ലേ. അല്ല, അങ്ങനെ ഓരോ പ്രായത്തിൽ കല്യാണം കഴിയണം. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ 25 വയസ്സിന് ശേഷം പിന്നെ അവളുടെ കാലമാണ്. അതിൽ ഈ പറഞ്ഞതെല്ലാം പെട്ടു. ഇപ്പോഴത്തെ അവളുടെ അപ്പിയറൻസ് പോലും മാറും. വലിയ കെട്ടിലമ്മ പോലെ തടിച്ചിട്ട് ഇങ്ങോട്ട് ആളെല്ലാം അങ്ങോട്ട് ഭയങ്കര മാറി വരും. ലുക്കെല്ലാം മാറും. എല്ലാ തരത്തിലും അതിൻ്റെ ആ വ്യത്യാസം അനുഭവത്തിൽ വരും. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. അതിനു വേണ്ടി തന്നെയാണ് ഇപ്പം അങ്ങനെയുള്ള കോഴ്സും ചെയ്തിട്ടുണ്ട്. അവൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റുന്നത് നല്ലതാണ്. എന്നിട്ട് വേഗം പോകട്ടെ. ഈ വർഷം തന്നെ പോകണം. ചൊവ്വ വരുന്നതിന് മുമ്പേ പോകണം എന്തായാലും. അപ്പോൾ ഇനിയിപ്പം 10-11 മാസമാണുള്ളത്. അതിനു മുമ്പേ അവിടെ പോയി ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരു ശരിയാക്കണം. ഞാനീ പറഞ്ഞ വളർച്ച നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ടേ പ്രതീക്ഷിക്കാവൂ. അതൊക്കെ അങ്ങ് അവിടെ എത്തി മെല്ലെ വളർന്നോളും. ഓക്കെ 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 ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ 3 മക്കളെ പഠിപ്പിച്ച കഥ അയാൾ പറഞ്ഞിരുന്നു. അയാൾ മരിച്ചുപോയി, പാവം മനുഷ്യൻ. അപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ വടക്കുംപാട്, തലശ്ശേരി നാട്ടിൽ ആണ് അയാൾ ജോലി ചെയ്തത്, തലശ്ശേരി ടൗണിൽ. അയാൾ വടക്കുംപാട് എന്ന് പറയുന്ന പിണറായിക്കടുത്തുള്ള സ്ഥലത്തു നിന്നാണ് അയാൾ വരുന്നത് ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യകാലത്ത് 1-2 ബസ് മാത്രമേ ആ റൂട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉണ്ടെങ്കിൽ പോലും അയാൾ ബസ്സിന് കയറില്ല. അയാൾ ഈ 7 കിലോമീറ്റർ 6 കിലോമീറ്റർ കൂടുതൽ ഉള്ള ഈ ദൂരം നടക്കുകയാണ് ചെയ്യുക. അയാൾക്കൊരു കൃത്യ ടൈമുണ്ട്. ആ ഓഫീസിൽ അയാളുടെ ജോലി സ്ഥലത്ത് എത്തുന്നവരെ അയാൾ, പിന്നെ ഭാര്യ പൊതിഞ്ഞു കൊടുക്കുന്ന ഉച്ച ഊണും ബാഗിലുണ്ടാവും, ജീരക വെള്ളവും ബാഗിലുണ്ട്. അയാൾ പറഞ്ഞതാണ്. ആ ജീരക വെള്ളം കുടിക്കും, ഈ ചോറ് തിന്നും, ഒറ്റ ഉറുപ്പ്യ പോലും ചിലവഴിക്കില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ 3 മക്കളെ കെട്ടിച്ചത് എന്നയാൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അയാൾ ഒരു മോള് വലിയ ലെവലിൽ എത്തുമ്പോഴേക്ക് അയാൾ മരിച്ചും പോയി. അതാണ് അയാളുടെ ഒരു ദുർവിധിയാണ്. ഞാനത് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. പിന്നൊരു അവസരത്തിലപ്പോൾ ഞാൻ ഈ മക്കളെ ജാതകമൊക്കെ നോക്കി അതിലൊരു മോളിങ്ങനെ വലിയ ലെവലിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ലെവലിലേക്ക് മോള് പോയി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് ആ സന്തോഷത്തിന് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയായി എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്നെ വീണ്ടും കാണാൻ വന്നത്. പക്ഷേ അപ്പോഴേക്കും അത് കഴിഞ്ഞ് പിന്നെ അയാളുടെ അളിയനാണ് എന്നോട് പറഞ്ഞത്, ആൾ പോയി എന്ന് പറഞ്ഞു. ഞാൻ പേപ്പറിലൊന്നും കണ്ടില്ലായിരുന്നു. അല്ലെങ്കിലും പാവപ്പെട്ടവൻ്റെ മരണവും വേറെ അതിൻ്റെ പൂർത്തീകരിക്കുന്നില്ല. അപ്പോൾ പാവപ്പെട്ടവൻ മരിച്ചാൽ ചിലപ്പോൾ അറിയണമെന്നില്ലല്ലോ. പത്രത്തിൽ കൊടുത്തിട്ടുണ്ടാവും, എൻ്റെ ശ്രദ്ധക്കുറവായിരിക്കാം. മോർച്ചറി പേജ് ചിലപ്പോൾ ചില സമയത്ത് മോർച്ചറി പേജ് ഞാൻ നോക്കാറില്ല. അല്ല, അതിപ്പോൾ എല്ലാവരും ആ മോർച്ചറി പേജിലെത്തും ഒരു ദിവസം, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും മോർച്ചറി പേജ് എല്ലാ ദിവസവും ശ്രദ്ധിക്കാൻ വിട്ടുപോകും ചില സമയം. അപ്പോൾ അങ്ങനെയാണ് അയാൾ, ഞാൻ കണ്ടില്ല. പിന്നെ അയാൾ അളിയൻ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ അളിയൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മകളെ കൊണ്ട് ഗുണം അനുഭവിക്കാൻ നോക്കുമ്പോഴേക്കാണ് ആൾ പോയത്. അതാണ് ചില മനുഷ്യരങ്ങനെയുള്ള ദുർവിധിയുള്ളവരുണ്ടാവും. ലൈഫ് മുഴുവൻ എന്താണ്, എൻ്റെ ഒരു ബന്ധു പറയുമായിരുന്നു, എനിക്ക് ചപ്പടിക്കാനേ യോഗമുള്ളൂ, തീക്കായ യോഗമില്ല. അത് കണ്ണൂർ ഭാഷ, ഒരു നാടൻ ഭാഷയാണ് കണ്ണൂരുള്ള. അതായത് തണുപ്പ് കാലത്ത് വൃശ്ചിക മാസവും മറ്റൊക്കെ ഈ ഇലകൾ അടിച്ചു കൂട്ടിയിട്ട് തീയിടും. ഗ്രാമങ്ങളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ഞാനീ പറയുന്നത് യൂട്യൂബിൽ വരുന്നത് കൊണ്ടാണ് ഞാനത് വിശദീകരിക്കുന്നത്. തെക്കുള്ളവർക്ക് കാര്യം മനസ്സിലാവില്ല എന്താണ് പറഞ്ഞതെന്ന്.
അവരൊക്കെ അവരുടെ അറിവിലേക്കാണ് അത് പറയുന്നത്. നമ്മൾക്ക് കണ്ണൂർക്കാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ചപ്പടിക്കുക, തീക്കായ്യ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ തെക്കുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ, യൂട്യൂബ് പോകുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല ഇപ്പം തന്നെ ഇത് ചില കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അല്ല, കോഴിക്കോടുള്ളവർക്കും കണ്ണൂരുള്ളവർക്കും പിന്നെ നമ്മളെ വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലാവാതിരിക്കില്ല. പ്രയോഗത്തിൽ വ്യത്യാസങ്ങളുണ്ട്, വടകര ഭാഗത്ത് അങ്ങോട്ടേക്ക് വ്യത്യാസമുണ്ട്, കാസർഗോഡ്. പക്ഷെ എങ്കിലും ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ തെക്കുള്ളവർക്ക് ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ അവരൊക്കെ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഇല അടിച്ചു കൂട്ടിയിട്ട്, ഉണങ്ങിയ ഇലകൾ അടിച്ചു കൂട്ടിയിട്ട് തീയിടും. അപ്പോഴേക്കും ആരെങ്കിലും ആ തീ കായാൻ വരും. ഈ അടിക്കുന്നവന് ഇത് അടിക്കരുത് തന്നെ പണി, തീ കായുന്ന പരിപാടിയില്ല. ഈ ചപ്പടിച്ചാൽ തീ കായണമെന്നാണ് ഞങ്ങൾ കണ്ണൂർക്കാർ പറയുക. ചിലർക്ക് ആ യോഗം ഉണ്ടാവില്ല. അതിൽപ്പെട്ട ഒരാളുടെ സങ്കടമാണത് ഞാനിപ്പം പറഞ്ഞത്. ഏതായാലും ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തളിപ്പറമ്പാണ്. തളിപ്പറമ്പ്, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 2000 ജനുവരി 21. സമയം പറയൂ. 1:30 AM. പുണർത്ത നക്ഷത്രം. ആ ആ ആരുടേതാണെന്ന് പറയൂ. ഇത് മോൻ്റെ ഭാര്യേൻ്റെതാണ്. ആ, എന്താണ് അറിയേണ്ടത് പറയൂ. പിന്നെ ജോലിൻ്റെതാണ്. ജോലിയിലൊന്നും ഒരു സ്ഥിരത കിട്ടുന്നില്ല. എപ്പോഴും ഇങ്ങനെ സ്ഥിരതയിൽ കിട്ടേണ്ട സമയമായി. അടുത്ത് തന്നെ ശരിയായി കിട്ടുമല്ല, വലിയ താമസം ഉണ്ടാവില്ല. ഇപ്പം എവിടെയാണ് ഉള്ളത് ആള്? ദുബായിലല്ലേ. ആ, അടുത്ത് തന്നെ എല്ലാം ശരിയാവും. ചെറിയ ചെറിയ ആരോഗ്യ, ചെറിയ ചെറിയ അസുഖങ്ങൾ അങ്ങനെ. അതൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ. അതൊക്കെ എന്താണ്, 25 വയസ്സല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള 26 വയസ്സല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ചില സന്ധികൾക്കൊക്കെ ചിലപ്പോൾ വേദന വന്നേക്കും. അത് ശ്രദ്ധിക്കാൻ പറയണം. വാദസംബന്ധമായ അസുഖങ്ങൾ, അതും വലിയ ഇപ്പോൾ ഉള്ള ദശയുടെ ഗുണം കൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ആയിട്ട് വരില്ല. വ്യാഴദശയാണ് ഇപ്പം അല്ല, ബുധദശയാണ് നടക്കുന്നത്. ബുധദശയിൽ ശുക്രാപഹാരമാണ്. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വലിയ കടുത്ത ദോഷങ്ങളൊന്നും വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമില്ല. ജോലിയും ഇതിൽ നല്ല പുരോഗതി ഈ അടുത്ത് തന്നെ ജോലിയിലും വന്നു ചേരുമെന്നാണ് കാണുന്നത്. അല്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നില്ലേ. അതങ്ങനെ സമയം ഇപ്പം ആയി വന്നിട്ടല്ലേ ഉള്ളൂ. ആ നല്ല കാലം തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഇനിയൊരു 1.5 വർഷത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അല്ല, അത് ചിലപ്പോൾ ഇങ്ങനെ അടികളെല്ലാം കൂടും, അതൊക്കെ അവരുടെ സ്വഭാവമല്ലേ. പക്ഷെ അത് പിന്നെ അങ്ങ് പരിഹരിക്കുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഇപ്പം ആകെ പ്രശ്നമാവും, ഒന്നുമില്ല. അതൊക്കെ ഇപ്പോഴുള്ള എന്താ പറയുക, ജനസിയൊക്കെ അങ്ങനെ തന്നെ. ഒന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ. പെണ്ണങ്ങനെ കീഴടങ്ങി നിൽക്കുന്ന സ്വഭാവം വിട്ടില്ലേ. ഈക്വലല്ലേ രണ്ടുപേരും, പങ്കാളികളല്ലേ. ഭാര്യ ഭർത്താവ് എന്നുള്ള അതെല്ലാം പോയില്ലേ. ആ വാക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. പാർട്ട്ണറാണ്, പാർട്ട്ണർ. അപ്പോൾ പാർട്ട്ണറാന്നുള്ള ഓർമ്മയിൽ ഇപ്പോൾ എനിക്കൊക്കെ ഭാര്യയാണ് കിട്ടിയത്. നിങ്ങളും ഭാര്യയായിരുന്നു. അത് ഇപ്പം ഇല്ല. ഇപ്പം പാർട്ട്ണറാണ്. ആ പാർട്ട്ണറോട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർ, അതേപോലെയാണ് ലൈഫ് പാർട്ട്ണർ. ആ പാർട്ട്ണറോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അതിനൊരു പരസ്പരം ബഹുമാനം കൊടുത്തുകൊണ്ടും മറ്റൊക്കെയുള്ള നീക്കങ്ങൾ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഞാൻ നിന്നെ താലി കെട്ടിയതാണെന്നുള്ള പഴയ മട്ടിലുള്ള ഞങ്ങളുടെ തലമുറ, നമ്മളെ തലമുറ കളിച്ച കളി അറിയാലോ. ആ കളി ഞങ്ങളെ തലമുറയോടുകൂടി തീർന്നു.
അതെ അത് തീർന്നു അത് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം വന്നിട്ട് 40 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. അതിന് മേലെയുള്ളവർക്ക് അതും മനസ്സിലാവും. അതാണ് ഭാര്യ ഭർത്താവ് ബന്ധം. ആ ഭാര്യ ഭർത്തൃ ബന്ധം ഇപ്പോൾ ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതാണ്. അപ്പോൾ അത് ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ വാക്കിന് വേറെ അർത്ഥമുണ്ട്. അത് നടക്കില്ല, ഈ പരിപാടി നടക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇങ്ങനെ കുതറിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പെണ്ണിനെ കിട്ടൂല അതിന്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഒരുവിധം ചെറുപ്പക്കാരൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഒന്നാമത് ഈ ചെലവിന് കൊടുക്കുന്നില്ലല്ലോ ഇപ്പോൾ. ഇപ്പം എൻ്റെ ഭാര്യയെ പഠിപ്പിച്ചത് പോലും ഞാനാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. ഇന്നത്തെ അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. ഇപ്പം ബാംഗ്ലൂരിലുള്ള IT മേഖലയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനൊരു IT മേഖലയിലുള്ള ചെറുപ്പക്കാരി പെണ്ണിനെ കഴിക്കുന്നു. രണ്ടുപേർക്കും അവന് 1.5 ലക്ഷം ആണെങ്കിൽ അവൾക്ക് 1 ലക്ഷം അല്ല 1.5 ലക്ഷം ഓക്കും ഉണ്ടാവും. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് വിഷയം വന്നിരുന്നത്? അതാണ് അത് സാമ്പത്തികമായ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതും ഇതിൻ്റെ പിന്നെ ഈ എന്താ പിന്നെ കീഴ്പ്പെടുത്താനും കീഴടങ്ങാനും ഒക്കെ ഉള്ള അഭിവാഞ്ച ഉള്ള മനുഷ്യന്മാരുണ്ടാവും. അത് ഞാനാ പറയുന്നത്. ഈ സാമ്പത്തികത അതിനകത്ത് ഏറ്റവും വലിയ ഘടകമാണ്. ഇന്ന് സാമ്പത്തിക സുരക്ഷിതത്വം 2 പേർക്കും ഉണ്ട്. പിന്നെ അതൊരു വലിയൊരു ഘടകമാണ്. അതൊക്കെ കൊണ്ട് അത് പക്ഷെ നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഇവിടെ അതിനുള്ള സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ വഴക്കധികം കൂടാൻ വർദ്ധിക്കാതെ അവരോട് ശ്രദ്ധിക്കാൻ പറയണം. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം ചെയ്യുന്നതും നല്ലതാണ്. അതിന് ഈ തളിപ്പറമ്പ് രാജരാജേശ്വരൻ ഒരു സ്വർണ്ണക്കുടം വെച്ച് 2 പേരോടും തൊഴുത് പ്രാർത്ഥിക്കാൻ പറയൂ. അതൊരു പ്രധാനമായ ഒരു പരിഹാരമാണ്. ഈ വഴക്ക് കൂടുന്നതിനെ ഏറ്റവും ഇല്ലാതാക്കാൻ നല്ല പരിപാടിയാണത്. 2 പേരും ഒരുമിച്ച് രാത്രി പോയിട്ട്, നിങ്ങളെ വീട്ടിൻ്റെ അടുത്താണല്ലോ, അവിടെ പോയിട്ട് അത് ചെയ്യാൻ, ഇനി അടുത്ത പ്രാവശ്യം വന്നാൽ അത് ചെയ്യാൻ പറയുക. പിന്നെ രാമേശ്വരത്ത് പോയിട്ട് പിന്നെ അവിടുത്തെ തീർത്ഥത്തിൽ കുളിക്കാൻ പറയുക. 20 കിണറുകളുണ്ട്, തീർത്ഥങ്ങളുണ്ട്, അവിടെ കുളിക്കാനും പറയുക. അത് രണ്ടും എളുപ്പം ചെയ്യാൻ പറ്റുന്ന 2. അതിൽ രാമേശ്വരത്ത് പോകുന്നതിന് കുറച്ച് ഇതുണ്ട്, ദൂരമുണ്ട്, എങ്കിലും ഒരു നല്ല യാത്രയായിരിക്കും അത്. രാമേശ്വരം അങ്ങനെ ആ റൂട്ടിൽ തന്നെയാണ് പഴനിയും മധുരയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര, പിന്നെ മൂന്നാർ വഴി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായി. റൂട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം, എല്ലാം പണ്ടേ കറങ്ങിക്കാളി കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് അതും ചെയ്തു വരാൻ പറയൂ. ഈ പൊന്നും കൂടെ വെക്കാൻ പറ. അടി തീരട്ടെ. നിങ്ങൾക്കാണല്ലോ അതിൻ്റെ ഒരു ബേജാറ്. അതുകൊണ്ട് അതും കൂടെ ഇല്ലാതാവട്ടെ. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദേവി രക്ഷിക്കട്ടെ. എല്ലാം നന്നായി വരും. കുട്ടികളൊക്കെ, കുട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടല്ലോ. ഇല്ല, എന്നാലിപ്പോൾ ആവും. അതിനൊന്നും സങ്കടപ്പെടണ്ട, അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഓരോ ആളുടെയും യോഗവും വിധിയും നിർണയിക്കുന്നതിൽ ഗ്രഹങ്ങൾക്കുള്ള പ്രാധാന്യം, അതിൽ വ്യാഴത്തിനാണ് ഏറ്റവും. എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടേതായ ഇതുണ്ടെങ്കിലും ചന്ദ്രനും വ്യാഴത്തിനും ശനിക്കൊക്കെ ഒരു പ്രത്യേകമായ ഒരു പ്രാധാന്യം ജ്യോതിഷം കൽപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള കാരകത്വം ഇപ്പം സന്താന വിഷയത്തിൽ പിന്നെ വ്യാഴത്തിൻ്റെ കാരകത്വം പ്രധാനമാണ്. ഇപ്പം തന്നെ വിളിച്ച് ഞാനെന്താണ് അവരോട് ധൈര്യത്തിൽ പറഞ്ഞത്, വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ജാതകത്തിൽ. അപ്പോൾ നിങ്ങളുടെ കുട്ടിയാവും എന്നുള്ള കാര്യത്തിൽ ഞാനത് ആ രൂപത്തിൽ പറഞ്ഞു. വ്യാഴം പിഴച്ചതാണെങ്കിൽ അങ്ങനെ പറയാൻ ധൈര്യം കിട്ടില്ല. എന്തായാലും ഇന്നല്ലേ നാളെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ സ്ത്രീയുടെ മകന് കുട്ടികളെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അതേപോലെ അപ്പോൾ സന്താന വിഷയങ്ങൾ, ധനവിഷയങ്ങൾ, ഇത് രണ്ടും വ്യാഴത്തിനെ കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സും അമ്മയും, ഒരമ്മ പ്രധാനമാണ് ഒരു മനുഷ്യൻ്റെ ജന്മത്തിൽ.
അതുപോലെ അയാളുടെ മനസ്സിൻ്റെ അവസ്ഥയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് ജ്യോതിഷം പറയുന്നു. ജ്യോതിഷം മാത്രമല്ല, സൈക്കോളജി അത് തന്നെയാണ് പറയുന്നത്. പിന്നെ ശനി കർമ്മത്തിൻ്റെ അടക്കം കാരകനാണ്. ശനി പിഴച്ചവർക്കെല്ലാം തടസ്സങ്ങളായിരിക്കും. ജീവിതത്തിലുടനീളം തടസ്സങ്ങൾ നേരിട്ട് അവർ നട്ടം തിരിയുമെന്നായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്ന് തന്നെ വിളിച്ച ആദ്യത്തെ ആൾ, അയാളുടെ ജാതകത്തിൽ ശനി 8ാം ഭാവത്തിൽ നിൽക്കുകയാണ് ലഗ്നാധിപനായിട്ട്. അതിൻ്റെ അയാൾ ഈ 50 വയസ്സായിട്ട് അയാൾ എവിടെ എത്തിയില്ല എന്ന് നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറയുന്നത് ഫലം. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഈ വ്യാഴത്തിന് ശനിക്ക് ചന്ദ്രനൊക്കെ അതീവ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം പറഞ്ഞു വരുന്നത് വ്യാഴത്തിനെ കൊണ്ടാണ്. ഇന്ന് പിന്നെ തെരഞ്ഞെടുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയായി. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമ്മളെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് അത് പിന്നെ തമിഴ്നാട്ടിലെയും ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വ്യാഴത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. വ്യാഴത്തെക്കുറിച്ച് കുറേയും കൂടി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച തുടരാം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ നേരിട്ട് അറിയേണ്ടവർക്ക് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന 9388504419 എന്നുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് എന്നെ വന്ന് കാണാവുന്നതാണ്. അതേപോലെ ഓൺലൈനിൽ സേവനം ലഭ്യമാണ്. ഡേറ്റും ടൈമും അയച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വഴി നിങ്ങളുടെ ഫലം പറഞ്ഞു തരുന്നതാണ്. ഏത് വേണമെന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.